കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ റൂംമേറ്റുകൾക്കൊപ്പമോ താമസിക്കുന്ന പതിവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കുക അഥവാ സോളോ ലിവിംഗ് തിരഞ്ഞെടുക്കുന്ന യുവാക്കളുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെ വാടക വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കൂട്ടുകാർക്കൊപ്പമോ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലോ താമസിക്കുന്ന പതിവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കുക അഥവാ സോളോ ലിവിംഗ് തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം യുവതലമുറക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വന്തമായി ഒരു വീട്, ആരുടെയും ഇടപെടലുകളില്ലാതെ സ്വകാര്യമായ ഒരിടം, സ്വന്തം സമയത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. നഗരജീവിതത്തിന്റെ തിരക്കിനിടയിൽ ഇത്തരമൊരു ജീവിത രീതിയിലേക്ക് ആകർഷിക്കപ്പെടുന്നവരാണ് മില്ലേനിയലുകളും ജെൻസിയും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സോളോ ലിവിംഗ് നൽകുന്നത് സ്വാതന്ത്ര്യം മാത്രമാണോ, അതോ സാമ്പത്തിക ബാധ്യതകളും ഏകാന്തതയും ഉൾപ്പെടെയുള്ള ചില വെല്ലുവിളികളും ഇതിനൊപ്പം ഉണ്ടോ എന്നതും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. സോളോ ലിവിംഗ് എന്നത് വെറുമൊരു താമസ സൗകര്യമല്ല, സ്വന്തം തീരുമാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത ശൈലിയാണ്. എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ വീട് ക്രമീകരിക്കണം, ഒഴിവു സമയം എങ്ങനെ ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റാരുടെയും ഇടപെടൽ ആവശ്യമില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ശാന്തമായി സമയം ചെലവഴിക്കാനും സാധിക്കും. വീട്ടുവാടക, വൈദ്യുതി, ഗ്യാസ്, പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയ ചെലവുകൾ സ്വയം കൈകാര്യം ചെയ്യുന്നതിനൊപ്പം പാചകം, വൃത്തിയാക്കൽ, മറ്റ് വീട്ടുജോലികൾ എന്നിവയും സ്വന്തമായി ചെയ്യേണ്ടി വരും. ഇതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വവും ദൈനംദിന ജീവിതത്തിൽ സ്വാശ്രയത്വവും വളർത്താൻ സാധിക്കുമെന്നാണ് പല യുവാക്കളും വിശദീകരിക്കുന്നത്. ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളില്ലാതെ തങ്ങളുടേതായ ഒരു സ്വകാര്യ ഇടം ലഭിക്കുന്നത് പലരും വലിയ ആശ്വാസമായാണ് പങ്കുവയ്ക്കുന്നത്. സോളോ ലിവിംഗ് നൽകുന്ന സ്വാതന്ത്ര്യം ആകർഷകമാണെങ്കിലും അതിനൊപ്പം ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. പല നഗരങ്ങളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാക്കൾക്ക് വീട് കണ്ടെത്തുന്നത് എളുപ്പമല്ല. ബാച്ചിലേഴ്സിന് വീട് വാടകയ്ക്ക് നൽകാൻ ചില വീട്ടുടമകളും റെസിഡൻസ് അസോസിയേഷനുകളും മടിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് മറ്റൊരു പ്രധാന പ്രശ്നം. റൂംമേറ്റുകളുമായി പങ്കിട്ട് താമസിക്കുമ്പോൾ വാടകയും വൈദ്യുതി, വെള്ളം, ഗ്യാസ്, വൈഫൈ തുടങ്ങിയ ബില്ലുകളും പങ്കിടാനാകും. എന്നാൽ സോളോ ലിവിംഗിൽ ഇതിന്റെ മുഴുവൻ ഭാരവും ഒരാൾ തന്നെ വഹിക്കണം. ഒറ്റയ്ക്ക് താമസിക്കുന്നതിലൂടെ പ്രതിമാസ ജീവിത ചെലവിൽ ഏകദേശം 83% വരെ വർധനയുണ്ടാകാം. പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിലും ഇതേ വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് മാസത്തിൽ ഏകദേശം 5000 രൂപ വരെ പലചരക്ക് സാധനങ്ങൾക്കായി ചെലവാകുമ്പോൾ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുന്ന ഷെയർഡ് ലിവിംഗിൽ ആളോഹരി ചെലവ് കുറയ്ക്കാൻ കഴിയും. വൈദ്യുതി, ഗ്യാസ് തുടങ്ങിയ ബില്ലുകൾ സോളോ ലിവിംഗിൽ ഏകദേശം 2000 രൂപ വരെയാകാം. റൂംമേറ്റുകളുമായി പങ്കിട്ടാൽ ഈ ചെലവ് പകുതിയാക്കാം. ഏകദേശം 800 രൂപ വരുന്ന വൈഫൈ, ബ്രോഡ്ബാൻഡ് ചെലവും പങ്കിടുമ്പോൾ ഒരാൾക്ക് വരുന്ന തുക ഗണ്യമായി കുറയും. ഇങ്ങനെ കണക്കാക്കുമ്പോൾ റൂംമേറ്റുകളോടൊപ്പം താമസിക്കുന്നതിലൂടെ ഒരാൾക്ക് പ്രതിമാസം ഏകദേശം 13,500 രൂപ വരെ ലാഭിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിമാസ ചെലവുകൾക്ക് പുറമെ സോളോ ലിവിംഗ് ആരംഭിക്കുമ്പോഴുള്ള പ്രാരംഭ ചെലവുകളും പലർക്കും വലിയ ബാധ്യതയാണ്. പല സ്ഥലങ്ങളിലും 2 മുതൽ 5 മാസത്തെ വാടകയ്ക്ക് തുല്യമായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആവശ്യമായി വരാം. ഒറ്റയ്ക്ക് വീടെടുക്കുന്നവർ ഈ തുക മുഴുവനായി നൽകണം. റൂംമേറ്റുകൾ ഉള്ളവർക്ക് ഈ തുക പങ്കിട്ട് നൽകാം. പുതിയൊരു ഫ്ളാറ്റ് കണ്ടെത്തുമ്പോൾ ബ്രോക്കർ ഫീസും നൽകേണ്ടി വരാറുണ്ട്. സാധാരണയായി 1 മാസത്തെ വാടകയ്ക്ക് തുല്യമായ തുക വരെ ബ്രോക്കറേജായി നൽകേണ്ട സാഹചര്യമാണുള്ളത്. നഗരവൽക്കരണം വേഗത്തിലാകുന്നതിനൊപ്പം ഇന്ത്യയിലെ കുടുംബഘടനയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാവശ്യങ്ങൾക്കായി യുവാക്കൾ സ്വന്തം നഗരങ്ങളിൽ നിന്ന് മാറി മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റുന്നതും ഇതിനൊരു കാരണമാണ്. 2050ഓടെ ഇന്ത്യയിലെ സോളോ ഹൗസ് ഹോൾഡുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നത് എല്ലായ്പ്പോഴും നിർബന്ധിത സാഹചര്യമല്ല. പലർക്കും അത് സ്വാതന്ത്ര്യത്തിന്റെയും സ്വകാര്യതയുടെയും സ്വന്തം തീരുമാനങ്ങളുടെയും ഭാഗമാണ്. അതേസമയം സ്വാതന്ത്ര്യത്തിനൊപ്പം സാമ്പത്തിക ഉത്തരവാദിത്വവും സാമൂഹിക ബന്ധങ്ങളും മാനസിക ക്ഷേമവും പരിഗണിക്കേണ്ടതുണ്ട്. അതിനാൽ സോളോ ലിവിംഗ് നല്ലതോ മോശമോ എന്നതിന് ഒറ്റ ഉത്തരമില്ല. സ്വന്തം സാമ്പത്തിക സ്ഥിതി, ജീവിത രീതി, ജോലി, സാമൂഹിക ബന്ധങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് തീരുമാനിക്കേണ്ട ജീവിതശൈലിയാണ് സോളോ ലിവിംഗ്. കൂട്ടായ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഇന്ത്യൻ സമൂഹത്തിൽ സ്വന്തം ഇടത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന പുതിയ തലമുറയുടെ വരവിന്റെ സൂചനയാണ് സോളോ ലിവിംഗ്.
വാർത്തയുടെ നിറം തേടി തനിനിറം.